നമസ്കാരം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിവരുന്ന പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്കിടയിൽ മരിച്ചെന്ന് പറഞ്ഞ് ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 2 വോട്ടർമാരെ സുപ്രീം കോടതിയിൽ എത്തിച്ച് പൊതുപ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്. മരിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി യോഗേന്ദ്ര യാദവ് ജസ്റ്റിസുമാരായ സൂര്യകാന്തിൻ്റെയും കെ ബക്സയുടെയും ബെഞ്ചിന് മുമ്പാകെ അറിയിച്ചു. ഇത് കോടതിയിൽ നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ദയവായി ഇവരെ കാണൂ. ഇവർ മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടവരാണ്, പക്ഷേ ഇവർ ജീവനോടെയുണ്ട്. ഇവരെ കാണുമെന്ന് യോഗേന്ദ്ര യാദവ് കോടതിയോട് പറഞ്ഞു. മരിച്ചവരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയെഴുതിയ സാഹചര്യത്തിൽ ഇവരുടെ പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ ഇല്ലെന്നും യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി ഈ വാദത്തെ നാടകമെന്ന് വിശേഷിപ്പിച്ചു. ഇതൊരു അശ്രദ്ധയിൽ വന്ന പിഴവായിരിക്കാമെന്ന് ജസ്റ്റിസ് ബാഗ്ജി പ്രതികരിച്ചു. അതൊരു അശ്രദ്ധമായ പിഴവാകാം, അത് തിരുത്താവുന്നതാണ്. അതേസമയം തന്നെ നിങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നുവെന്നാണ് ജസ്റ്റിസ് ബാഗ്ജി പറഞ്ഞത്. ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾ ബെഞ്ച് കേൾക്കുന്നതിനിടയിലാണ് യോഗേന്ദ്ര യാദവ് ഈ വാദം ഉന്നയിച്ചത്. ഈ കേസിലെ ഹർജിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. വോട്ടർ പട്ടികയിൽ ഒരാളെ പോലും പുതുതായി ചേർക്കാതെ പുനഃപരിശോധന നടത്തുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമാണെന്നും ഈ നടപടി അത്തരത്തിലുള്ളതാണെന്നും അദ്ദേഹം കോടതിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനം മുഴുവൻ സഞ്ചരിച്ചു, എന്നാൽ ഒരാളെ പോലും പുതുതായി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടവകാശ നിഷേധത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 65 ലക്ഷം ആളുകളുടെ പേരുകൾ ഇല്ലാതാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും പോലും ഇത് സംഭവിച്ചിട്ടില്ല. വോട്ടില്ലാത്തവരുടെ കണക്ക് 1 കോടി കവിയുമെന്ന് ഉറപ്പാണെന്നും യാദവ് പറഞ്ഞു. ഹർജികളിൽ വാദം കേൾക്കുന്നത് നാളെയും തുടരും. ചില പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ ആവശ്യമാണെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നതിൽ വസ്തുതകളുണ്ടെന്ന് ബെഞ്ച് വിലയിരുത്തി. പൗരന്മാർ സുപ്രീം കോടതിയിൽ വരെ എത്തി കേസ് വാദിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞാണ് കോടതി വാദം ഇന്നത്തേക്ക് പൂർത്തിയാക്കിയത്.